ആകാശവാണി 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. വികസനവും വരുമാനവർദ്ധനവും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ 5ാമത്തെ സംസ്ഥാന ബജറ്റാണ് KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ മികച്ച പുരോഗതിയുണ്ടെന്ന് വിലയിരുത്തിയ മന്ത്രി ധനചുരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞുവെന്നും പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്ഥാനം മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് എത്തിയതായി ധനമന്ത്രി വ്യക്തമാക്കി. അതിവേഗ വളർച്ചയുടെ പാതയിലാണ് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ എന്നും 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വലിയ ആശ്വാസം തോന്നുന്ന ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ്. ധനഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല, വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ധനസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. തനത് നികുതിയേതര വരുമാനം വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 14ാം ധനകമ്മീഷനിൽ ഗ്രാന്റ് കൂടുമെന്ന് കരുതുന്നു. ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്തുവച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ 750 കോടി രൂപയുടെ ആദ്യ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 1202 കോടി രൂപയുടെ നഷ്ടമാണുണ്ടായതെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നും നീതിപൂർവമായ സഹായം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇടത്തരക്കാരുടെ ഭവന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകി റെസിഡൻഷ്യൽ കോംപ്ലക്സ് മാതൃകയിൽ ഭവന പദ്ധതി നടപ്പിലാക്കും എന്നും 1 ലക്ഷം വീടുകൾ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കുന്ന ഭവനങ്ങൾക്ക് വായ്പാ ഇളവ് നൽകും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തി 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗര വികസനത്തിനായി മെട്രോപൊളിറ്റൻ പ്ലാൻ ആവിഷ്കരിക്കും. മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റികൾക്കും രൂപം നൽകും. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം ആരംഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. കൊച്ചി മെട്രോയുടെ വികസനം തുടരും. 6965 കോടി രൂപ KSRTCക്ക് ഇതിനോടകം നൽകി. സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾക്ക് 3061 കോടി രൂപ അനുവദിച്ചു. 100 പുതിയ പാലങ്ങൾ നിർമ്മിച്ചു. 150ഓളം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നു. ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കെ-ഹോം പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പരിപാലിച്ച് വിനോദസഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുക. പ്രാരംഭ ചെലവിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ 2391 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് 150.34 കോടി രൂപ അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ 7 മികവിന്റെ കേന്ദ്രങ്ങൾക്കായി 28 കോടി രൂപ, ഡിജിറ്റൽ സയൻസ് പാർക്കിന് 212 കോടി രൂപ, ലൈഫ് സയൻസ് പാർക്കിന് 16 കോടി രൂപയും അനുവദിച്ചു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നും സംസ്ഥാനത്തെ ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം 5% വർദ്ധിപ്പിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ വായ്പാ പദ്ധതി ശക്തിപ്പെടുത്തും. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയ്ക്ക് 2% പലിശ ഇളവ് നൽകും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു ക്ഷാമാശ്വാസം 2025 ഏപ്രിൽ മാസം നൽകും. തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അടുത്ത സാമ്പത്തിക വർഷം തുടക്കമാകും. ലൈഫ് മിഷന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിൽ 1 ലക്ഷം വ്യക്തിഗത ഭവനങ്ങളും 19 ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുന്നതിനായി 1160 കോടി രൂപ അനുവദിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ ബയോളജിക്കൽ പാർക്കിന് 5 കോടി രൂപയും കൊല്ലം ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപയും അനുവദിച്ചു.
പൊന്മുടിയിൽ റോപ്പ് വേ സാധ്യതാ പഠനത്തിന് 50 ലക്ഷം രൂപയും ട്രെക്കിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വനയാത്രാ പദ്ധതിക്ക് 3 കോടി രൂപയും അനുവദിച്ചു. 1,52,352 കോടി രൂപ റവന്യൂ വരവും 1,79,476 കോടി രൂപ റവന്യൂ ചെലവും റവന്യൂ വരുമാനത്തിൽ 19,422 കോടി രൂപയുടെ വർധനവും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. തനത് നികുതി വരുമാനത്തിൽ 9,888 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,240 കോടി രൂപയുടെയും വർധനവ് പ്രതീക്ഷിക്കുന്നതായി ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നു. നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകാൻ കഴിയുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. വികസനവും ജനക്ഷേമവും മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. ബദൽ വിഭവ സമാഹരണത്തിന്റെ വഴികൾ കണ്ടെത്തി കേരളം അതിജീവിക്കുമെന്നതിന്റെ തെളിവുരേഖ കൂടിയാണ് ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതിയാണ് സംസ്ഥാന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ബജറ്റാണിതെന്നും സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള തുക പോലും ബജറ്റിൽ വകയിരുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. 50% വർധനവാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിരിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. അപ്പൊ ഇത് വെറും പൊള്ളയായ വാക്കുകളാണ്. മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ്. ഒന്നും കമ്പൈൽ ചെയ്തിട്ട് പോലുമില്ല ബജറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ബജറ്റ് കേൾക്കുന്നത്. പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ബജറ്റ് കേരളത്തെ നിരാശയിലാക്കുന്നതാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുന്നില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വിമർശിച്ചു. കേരളം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും ഈ ബജറ്റ് അഡ്രസ് ചെയ്തിട്ടില്ല. തുടക്കം മുതൽ അവസാനം വരെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അദ്ദേഹം കേന്ദ്രത്തിന്റെ അവഗണന എന്നുള്ള തേഞ്ഞൊട്ടിയ രാഷ്ട്രീയ ആയുധമെടുത്ത് പ്രയോഗിക്കാനാണ് തയ്യാറായത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ബജറ്റായിരുന്നു ഇത്തവണത്തേതെന്നും കേരളത്തിന്റെ സമഗ്ര വികസനം ബജറ്റ് ലക്ഷ്യം വെക്കുന്നതായും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി. രാജേന്ദ്രൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. എന്നാൽ കേരളം സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും കേരളം ഒരു ടേക്ക് ഓഫിന് തയ്യാറാണെന്നും ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. സമസ്ത മേഖലകളിലും പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ടൂറിസം, ആരോഗ്യമേഖല, കാർഷിക മേഖല തുടങ്ങിയ സമസ്ത മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് ഉള്ള ഒരു ബജറ്റാണ്. കൂടാതെ ഇത്തവണത്തെ ബജറ്റ് നമ്മളൊന്ന് നന്നായി പരിശോധിച്ചു നോക്കിയാൽ അത് കേരളം സദാ ഉയർത്തിപ്പിടിക്കുന്ന പൊതുജനാരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്താനും പുതിയ മെഡിക്കൽ കോളേജുകൾക്കും സ്കൂളുകളുടെ നവീകരണം എന്നിവയ്ക്കും വലിയ തുക അനുവദിച്ചിരിക്കുന്നത് ആശ്വാസകരമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹമായ പരിഗണനയും നൽകിയിട്ടുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് 7 കേന്ദ്രങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്. ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന പദ്ധതികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ മുഖ്യ ആധാരമായ ടൂറിസം മേഖലയ്ക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 33% വർധനവ് വരുത്തിയിട്ടുണ്ട് എന്ന് ഇത് നമുക്ക് കാണാം. അതുപോലെ ഗ്രാമീണ ടൂറിസത്തിനും ചില പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ പരിസ്ഥിതിക സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ചില സ്കീമുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുകയും കർഷകരെ കരുതൽ നടപടികൾ ചേർത്ത് പിടിക്കാനുള്ള ശ്രമവും ബജറ്റിൽ കാണാം. അത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഗ്രാമീണ മേഖലയും കാർഷിക മേഖലയ്ക്കും അത് ഉണർവേകുമെന്നത് സംശയമില്ല. അത് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരിലേക്ക് എത്തുമെന്നുള്ളതും നമുക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉൾനാടൻ ജലഗതാഗതത്തിനും കപ്പൽ നിർമ്മാണശാലയ്ക്കും മലയോര പാതയ്ക്കുമെല്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ബജറ്റാണ് ഇത്തവണത്തേതെന്ന് കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീ പ്രകാശ് അയ്യർ. ഈ വർഷത്തെ കേരള ബഡ്ജറ്റിന്റെ അവതരണം നോക്കുമ്പോൾ എല്ലാ മേഖലയ്ക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കാണാൻ പറ്റുന്നത്. ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന രീതിയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനും കപ്പൽ നിർമ്മാണശാലയ്ക്കും മലയോര പാതകൾക്കും ഹൈവേസിനും എല്ലാം തന്നെ നല്ല രീതിയിലൊരു ബഡ്ജറ്റാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ ഇൻഡസ്ട്രിയെ ആകമാനം മുന്നോട്ട് നയിക്കുന്ന രീതിയിലാണ്. കേരളം ഏകദേശം 11%
സാമ്പത്തിക വളർച്ച നേടിയ കേരളത്തിൽ ഇതിനെല്ലാം ഊന്നൽ കൊടുക്കുമ്പോൾ ആരോഗ്യ മേഖലയ്ക്കും കൂടെ ഊന്നൽ കൊടുക്കുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉതകുന്നതായിരിക്കും. ഈ വർഷത്തെ ബഡ്ജറ്റ് ഇൻഡസ്ട്രിയും ടൂറിസവും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോസ്റ്റൽ ബിസിനസ്സുകളും പ്രീമിയം പോർട്ടിന്റെ ട്രാൻസ്ഷിപ്പിന്റും ബന്ധപ്പെട്ട നല്ലൊരു ബഡ്ജറ്റായിട്ടാണ് കാണപ്പെടുന്നത്. ബജറ്റിൽ ഉത്തര മലബാറിന് വേണ്ട പരിഗണന നൽകിയില്ലെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ പ്രതികരിച്ചു. കേരളത്തെ ഒരു നവകേരള മാതൃകയാക്കി മാറ്റുന്നതിനുള്ള ഒരു അടിസ്ഥാന രേഖയായിട്ടാണ് ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ മോഹനകുമാർ. കേരളത്തെ ഒരു നവകേരള മാതൃകയാക്കി മാറ്റുന്നതിന് വേണ്ട അടിസ്ഥാന രേഖയായിട്ടാണ് ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വളർച്ച 10% മുകളിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ എക്കണോമിക് റിവ്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നവകേരള മാതൃകയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാനമുണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് പറയാൻ കഴിയും. അതിനുള്ള ഒരു പ്രധാന കാരണം അടിസ്ഥാന വികസനം. കേരളത്തിലെ 100-ലധികം ബ്രിഡ്ജുകൾ സ്ഥാപിക്കുക, തിരുവനന്തപുരം മെട്രോ ട്രെയിൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവരുടെ പെൻഷനും മുടങ്ങില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 35,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതീക്ഷയായ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വേണ്ടി വിപുലമായ മാതൃക തയ്യാറാക്കി അതിനുള്ള പദ്ധതികളും ഈ ബഡ്ജറ്റിൽ രൂപരേഖ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിനുള്ള ഫണ്ട് ഏതെല്ലാം മേഖലകളിൽ നിന്ന് ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന് കൃത്യമായി വരച്ചു കാട്ടുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് നെല്ല്, പച്ചക്കറി, നാളികേരം, റബ്ബർ തുടങ്ങിയ കേരളത്തിന്റെ കാർഷിക മേഖലയെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആരംഭിച്ചു. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി പറയേണ്ട മറ്റൊരു കാര്യമാണ് 750 കോടി രൂപ പദ്ധതികൾ വയനാട് പാക്കേജിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ കൊല്ലം ജില്ലയ്ക്ക് IT, വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിലുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കൊല്ലത്ത് നിന്നും ഷിബിൻ. കൊല്ലത്തിന് കുറേ പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം പുനലൂര് കൊല്ലം ഇടനാഴിയിൽ 1000 കോടി അനുവദിച്ചത്. അതൊരു നല്ല ഭാവിയിലേക്കുള്ള നല്ല റോഡുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവമാണ്. പിന്നെ വേറെന്ന് വെച്ചാൽ കൊല്ലത്തൊരു മറൈൻ മ്യൂസിയം വരുന്നുണ്ട്, അതിനുവേണ്ടി 5 കോടി അനുവദിച്ചാണ് കേട്ടു. അതൊരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും. പോർട്ടുമായി ബന്ധപ്പെട്ടതും മറൈനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾക്കും തൊഴിലവസരങ്ങൾക്കും കുറേ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല കൊല്ലത്ത് വേറെ മറൈൻ ഓഷ്യനറിയുമായി ബന്ധപ്പെട്ട് കുറേ 15 കോടി അങ്ങനെ അനുവദിച്ചിരുന്നു കേട്ടു. പിന്നെ മെഡിക്കൽ കോളേജിലുള്ള റേഡിയോളജി ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട് ഒരു 15 കോടി, 5 മെഡിക്കൽ കോളേജ് അതിൽ കൊല്ലത്ത് ഉൾപ്പെടുത്തുന്നു കേട്ടിട്ടുണ്ട്. കൊല്ലം ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ. സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരമൊരു പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഭൂനികുതിയും ഇലക്ട്രിക് വാഹന നികുതിയും വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഭാവി മുന്നിൽ കണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രാധാന്യം നൽകുന്നത്. ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ബജറ്റ് മാറുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ പ്രഖ്യാപനങ്ങൾ മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യത്തിലേക്ക് കേരളത്തെ നയിക്കും എന്ന പ്രതീക്ഷയാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പങ്കുവച്ചത്. ഈ വിശ്വാസം യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് മലയാളികളുടെ പ്രതീക്ഷ. ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല, രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ ധനമന്ത്രി അതിലേക്കുള്ള ശുഭപ്രതീക്ഷയാണ് കേരള ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.